ഡാഡിയുടെ എവിടെ പോയി കിടക്കുക കൊച്ചേ? എപ്പ പോയതാ? ശരിയാ. ഉണ്ടോ ആ ബുക്കൊക്കെ പടം വരച്ച് കളയണുണ്ടോ? അമ്മ ഇതെന്റെ ഡ്രോയിങ് ബുക്ക് അതാണ്ടേ. അതാ ഡ്രോയിങ് ബുക്ക് ആണോ? ആദ്യം റഫ് നോട്ടായിരുന്നു, അത് കുറച്ച് ബുക്ക് അധികം വന്നപ്പോ അതിനെ റഫ് നോട്ടായി. ചോറ് എടുക്കട്ടെ? വേണ്ട, ഇപ്പൊ വേണ്ട, ഡാഡി വന്നിട്ട് പോയി. ഞാൻ കട്ട് ചെയ്തതാ. ആഹാ വന്നോ? എന്ത് വലിയ ചിരി. നോക്ക് ഡാഡി ഇത് കണ്ടില്ലേ? ഓ പിന്നെ വലിയ കാര്യം തന്നെ അത്. 150 രൂപ കൊടുത്താൽ ഇതിപ്പോ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. രൂപയുടെ അല്ല, അതെന്തിനാണ് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പൊ എന്തിനു കിട്ടിയെന്ന് നിനക്കറിയാലോ. അതൊക്കെ വലിയ കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ ഇതുവരെ സമ്മാനമൊന്നും കിട്ടാത്തവർക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല. ആ അതെ, ക്ലീറ്റോ വരണ്ടതായിരുന്നു നിങ്ങള്. എനിക്ക് ഇത്രയും നിലയിലേക്കുണ്ടെന്നുള്ളൂ ഞാൻ ഇപ്പോഴറിയണേ. അതിപ്പോ നീ ഈ സമ്മാനം കിട്ടാതെ അതിനു മുമ്പ് വെളിയിലിറങ്ങി അന്വേഷിച്ച് നോക്കണം. നീ ക്ലീറ്റസിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ നിനക്കൊരു വില എന്താ കുഴപ്പം ക്ലീറ്റസിന്റെ ഭാര്യക്ക്? അതൊന്നും അല്ല, ഹവീൽദാരുടെ മോള് അതിന്റെ ആ ഗുണം കാണിച്ചു എന്നാ പറഞ്ഞ സ്റ്റേജില്. ഓ പിന്നെ വലിയ കാര്യം തന്നെ ഹവീൽദാരുടെ മോള്. വലിയ കാര്യം ക്ലീറ്റോ. ഹവീൽദാരല്ലേ എത്ര നാളും നിന്റെ കൂടെ നിന്നെ ഇങ്ങനെ നോക്കി സംരക്ഷിച്ചോണ്ട്. അച്ഛന്റെ രക്തല്ലേ എനിക്ക്. ആ അയ്യോ എന്തോരം ആൾക്കാരായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ പറയണത് കേൾക്കണം. എന്റെ കൈയൊക്കെ പിടിച്ചിങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കണ്ടമാർക്കൊക്കെ കൈ കൊടുത്ത അവിടെ. ഡാഡി അത് മാത്രല്ല, എന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് വന്ന് ചോദിച്ചു. എനിക്കങ്ങ് നാണം വന്നിട്ട്. എനിക്കിപ്പോ നാണാവുകയാണ്. എൻ്റെ അടുത്തും പലരും ചോദിച്ചു, എന്തോടെ നിന്റെ ഭാര്യ എന്തോ അവിടെ ഇത് ചെയ്തെന്നും പറഞ്ഞ് ഇങ്ങനെ എന്തിനാണ് ഇറങ്ങി അവിടെ ഇവിടെ ഫംഗ്ഷൻ? അതേതോ അസൂയക്കാരാ. അസൂയക്കാരൊന്നും അല്ല, അത് ഇത്തിരി കാര്യവിവരം ബോധമുള്ളവരാണ് ചോദിക്കണേ. വേറൊരു കാര്യം, ഇന്നത്തെ ഫംഗ്ഷനോ ക്ലീറ്റോ വന്നില്ല. നാളെ എന്തായാലും വന്ന. നാളെ എന്തോന്നു? നാളെ ഉണ്ട് ഒരു സ്വീകരണം. എവിടെ? അവിടെ അമ്പലിക്കുട്ടൻ്റെ ഒക്കെ പാർട്ടിക്കാർ ആരൊക്കെയൊക്കെ ചേർന്ന് നടത്തുന്നതാ പഞ്ചായത്തിന്റെ. അല്ല ഞാൻ അറിയാൻ പോയാത്തോണ്ട് എനിക്ക് എന്താണ് ഉദ്ദേശം? അവൻ അവിടെ ഒരു പറമ്പിലെന്താ ജോലി ഒപ്പിച്ചെന്നു, അവിടെ തീ പിടിച്ച്, പിന്നെ അതിന് ഇനി രക്ഷിച്ചതിന്റെ പേരിൽ സ്വീകരണം ഒരെണ്ണം ഇന്ന് കഴിഞ്ഞു. ഇനി നാളെ സ്വീകരണം, മറ്റന്നാൾ സ്വീകരണം, പിന്നെ അതിന്റെ അടുത്ത ആഴ്ച അടുത്ത ജില്ലയിൽ സ്വീകരണം. ഇതൊന്നും ഇവിടെ നടക്കൂല തങ്കം. മതി, സ്വീകരണമൊന്നും വേണ്ട. ക്ലീറ്റോ നമ്മള് രണ്ടുപേരും കൂടി ഞാൻ വരണില്ല. ഇതത്ര വലിയ കാര്യമൊന്നുമില്ല. ഇവന് ഇതിന്റെ പേരിൽ കുറെ പിരിവെടുക്കാനേ, അല്ലാതെ വേറെ എന്താ അവനും എന്റെ പാർട്ടിക്കാർക്ക്. നിങ്ങളുടെ പാർട്ടിക്കാരല്ലോ. അതെ, ഞങ്ങളുടെ പാർട്ടിക്കാർ അങ്ങനെയുള്ള പരിപാടിക്ക് പോകില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ അത് ചെയ്യാത്ത. കഷ്ടമുണ്ട് ക്ലീറ്റോ. എന്ത് കഷ്ടം? ഒരു അരമണിക്കൂറത്തെ കാര്യമുള്ളൂ. തങ്കം ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണ്ട. ഉള്ള കാര്യം ഞാൻ അവരോട് സമ്മതിച്ചു പോയി. നീ ആരോട് ചോദിച്ചിട്ട് സമ്മതിച്ചു? നിന്റെ കെട്ടിയോ ഞാനിവിടെ ഒരുത്തനില്ലേ? എന്നോട് ചോദിച്ചു ഒരു വാക്ക്. ഇത് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അങ്ങനെയുള്ള പരിപാടി ഒന്നും വേണ്ട. ഒരെണ്ണം കഴിഞ്ഞില്ലേ ഇന്ന്? ക്ലീറ്റോ എനിക്കൊന്നും കിട്ടാൻ വേണ്ടിട്ടൊന്നുമല്ല. അവർക്ക് വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മളോട് പറയുമ്പോ എന്ത് വലിയ ആൾക്കാരായ ഇത് തങ്കം, നിനക്കതിന്റെ കാര്യ ഗൗരവം അറിഞ്ഞൂടാ. എന്താ ക്ലീറ്റോ ഇത്? ഈ അമ്പിളിയും പാർട്ടിയും കൂടെ ചേർന്നിട്ട് ഇവരെന്ത് ചെയ്യും? നിന്നെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിട്ട് നിന്റെ പേരും പറഞ്ഞ് കുറെ പൈസ പിരിക്കും. അത് തന്നെയാണ് ഇതിന്റെ പരിപാടി. എന്നിട്ട് ആ പൈസ എല്ലാം അവനോട് പുട്ടടിക്കും. ക്ലീറ്റോ ഇങ്ങനെയൊക്കെ പറയണ? അവരതൊന്നും ചെയ്യാൻ വേണ്ടിട്ടാ. അല്ലല്ല, പിന്നെ നിന്നെ നന്നാക്കാൻ വേണ്ടിട്ടല്ലേ. എന്നെ നന്നാക്കാനില്ല. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പൊ ഞാനല്ല, ഇപ്പൊ തക്കിളി ആണെങ്കിലും ക്ലീറ്റോ ആണെങ്കിലും അവരിതൊക്കെ തന്നെ ചെയ്യും. എടി ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിൽ കുറേ കിടക്കണല്ലോ പുള്ളി, അവർക്കൊക്കെ എന്തെങ്കിലും ധനസഹായം കൊടുക്കാത്തത്? അതേമാരെ എന്തുകൊണ്ട് ചെയ്യണില്ല? അപ്പൊ പൈസ അതാണ്, അങ്ങനെയൊന്നും ചെയ്യൂല ക്ലീറ്റോ. അതല്ല, ഇതിപ്പോ നമ്മൾ രക്ഷിച്ച ഒരാളെ അവര് ആദരിച്ചു കഴിയുമ്പോഴത്തേനും ഇനി അപകടങ്ങൾ ഉണ്ടാവുമ്പോ ആളുകൾക്ക് അവരെ രക്ഷിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. ഓ അത് ശരി, അങ്ങനെയാണ്. എന്നും ഇവിടെ തീ പിടിച്ചോണ്ടിരിക്കുകയല്ലേ ആൾക്കാർക്ക് പോയി രക്ഷിക്കാനൊക്കെ. എടി തങ്കം, നീ ഒന്നും അറിഞ്ഞൂടാ സംസാരിക്കലേ തങ്കം. ഞാനൊരു കാര്യം പറയാം, ഈ ഒരു പരിപാടിയായിട്ട് ഇനി അങ്ങോട്ട് ഇറങ്ങണ്ട. മതി, ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു. എനിക്ക് നാളത്തെ പരിപാടിയെ പോകണമെങ്കിൽ ഞാൻ നീ ഏറ്റെങ്കിൽ നീ പോകൂല. അത് ഞാനാണ് പറയണത്. റെഡിയായോ? എവിടെ പോയി? എവിടെ പോവാനാ? അവിടെ പ്രോഗ്രാം അറിഞ്ഞൂടെ എനക്ക്? എന്തോന്ന് പ്രോഗ്രാം? അവൾ ആദരിക്കുന്ന പ്രോഗ്രാം. ഇന്നലെ ഒരു ആദരവ് കഴിഞ്ഞല്ലേ ഉള്ളൂ. ദിവസം ആദരിക്കാൻ തോന്നുള്ളൂ. ഇന്നലെ കഴിഞ്ഞ പഞ്ചായത്തിന്റെ കളിയാ. അതുകൊണ്ട് ഇന്ന് മറ്റേ ഡിസ്ട്രിക്റ്റിന്റെ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ദിവസം അവളെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചോണ്ട് ആദരിക്കാന്ന് പറയാൻ അവള് പ്രദർശന വസ്തു അല്ല കേട്ടാ. നീ എന്തോന്നടേ പറയണത്? മലയാളം അവളൊരു നല്ല കാര്യം ചെയ്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇടേ, അവളൊരു നല്ല കാര്യം ചെയ്ത് അത് അവളുടെ മനസ്സിന്റെ നന്മ. അതിങ്ങനെ കൊട്ടിക്കൊഴിച്ച് നടക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അവളെന്ന് പറഞ്ഞില്ല ഇന്നത്തെ പരിപാടിക്ക്. നീ ഒരു ചതിക്കുന്ന വർത്താനം പറയാ. നിങ്ങൾ മറ്റേ പരിപാടി കാണിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ അവളുടെ കെട്ടിയവനാണ്.
ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നിനക്ക് അത്ര ഇതാണെങ്കിൽ നിന്റെ ഭാര്യ വെറുതെ ഇരിക്കല്ലേ, അവളെ വിളിച്ചോണ്ടങ്ങ് ആദരിക്ക്. അത് എന്റെ ഭാര്യ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അവൾ ആരും ഒന്നും ചെയ്തതല്ലോ. അവള് സമൂഹത്തിലോട്ട് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാൻ പറ, അപ്പൊ നിനക്ക് ആദരിക്കാനുള്ള അവസരം കിട്ടും. എടാ നീ അഭിമാനിക്കേണ്ട സമയമല്ലടാ ഇപ്പോഴും. എടേ എനിക്ക് ഇത്തിരി അഭിമാനം കുറവാണ്, ഇപ്പൊ കുറച്ച് മതി. ഞാൻ എൻ്റെ മനസ്സിപ്പോൾ നിറഞ്ഞിരിപ്പുണ്ട്. ഇനി നീ ഇങ്ങനെ കൊണ്ടുപോയി കൂടെ അവളെ ആദരിച്ചിട്ട് ആ ഒരു അഭിമാനവും സന്തോഷവും കൂടെ എനിക്ക് വേണ്ട കേട്ടോ. നീ എന്തടേ ഇങ്ങനെ ആയിപ്പോയത്? ഞാൻ ഇങ്ങനെയാണ്, ഇന്നത്തെ പരിപാടിക്ക് അവള് വരണില്ല. അമ്പിളിക്കുട്ടൻ ചേട്ടാ പോട്ടെ ക്ലീറ്റോ. തങ്കം, ഇത് ഇന്നത്തോടെ അവസാനിപ്പിച്ചോളൂ. ഇനി എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത്. ഇന്നത്തോടെ ഞാൻ എൻ്റെ ഭാര്യ എടുത്താണ് സംസാരിക്കുന്നത്. അരമണിക്കൂറിനകത്ത് തിരിച്ചു വരണം. വന്നിട്ട് എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റും. അരമണിക്കൂറകത്ത് കൊണ്ടുവിടാം. നീ കൊണ്ടുവിടണ്ട, അവക്കറിയാം അവള് നടന്നു വന്നോളൂ. അവൾ എല്ലാ കുട്ടിയൊന്നും അല്ല, അവള് വന്നോളൂ. കൊണ്ടുവിടാനും കൊണ്ടാക്കാനും ഒരു ബോഡി ഗാർഡ് ചെല്ല്.